കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ക്ലാസ്സിലേക്ക് കേറും മുന്നേ മൊബൈൽ സൈലന്റ് ആണല്ലോ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഏതൻ അത് കയ്യിലേക്കെടുത്തു. നോക്കുമ്പോൾ വസുവിന്റെ മെസ്സേജ് വന്ന് കിടക്കുന്നു. അത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് അവൻ കയറിയത്. ഏട്ടൻ അമ്മയും അച്ഛനെയും കൊണ്ട് പുറത്തു പോവുക, അതുകൊണ്ട് വൈകുന്നേരം ട്യൂഷൻ കാണില്ല, അതൊന്ന് കുട്ടികളോട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഈ ഏട്ടന്റെ കാര്യം, ഏട്ടനാവും അമ്മയും അച്ഛനെയും കുത്തിപ്പൊക്കി കൊണ്ടുപോകുന്നത്. ഓരോ നേരം ഓരോ വെളിപാടാണ് മനുഷ്യന്. പിറുപിറുത്തുകൊണ്ട് ഫോൺ പോക്കറ്റിലേക്ക് വെക്കും നേരമാണ് തൊട്ടു മുന്നിലവൻ ആളെ കാണുന്നത്. ആമ്പൽ. കയ്യിലൊരു ബുക്കുണ്ട്. തന്നെ ഇത്രയും അടുത്ത് കാണുന്നതിന്റെ വെപ്രാളം അവളുടെ മുഖത്തും വ്യക്തമാണ്. ഏതൻ ഞെട്ടിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചു. ഫോണും നോക്കി നടന്നതുകൊണ്ട് മേശയ്ക്കടുത്തേക്ക് നടക്കുന്നതിന് പകരം ഫ്രണ്ടിലെ ബെഞ്ചിനടുത്തേക്കാണ് വന്നു നിൽക്കുന്നത്. മുന്നിലത്തെ ബെഞ്ചിൽ ആസിയും നൗഫിയും പ്രജിത്തുമാണ് ഇരിക്കുന്നത്. അവരുടെ മുന്നിലും ടെക്സ്റ്റ് ബുക്ക് തുറന്നിരിക്കുന്നു. എന്തോ സംശയം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വ്യക്തം. തന്നെ ഡെസ്കിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ട് അവരുടെ മുഖത്തും കാണാൻ പകപ്പ്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇരുന്നോ. അവൾക്ക് മുന്നിൽ നിന്നും ഇടത്തോട്ട് മാറി സീറ്റിലേക്ക് പോകാനുള്ള വഴിയൊരുക്കി ആമ്പലിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവന്റെ പ്രവൃത്തിയിലും വല്ലാത്തൊരു വെപ്രാളമുണ്ടായിരുന്നു. അടുത്തു നിൽക്കുന്നവള് പിന്നെ പണ്ടേ വെപ്രാളത്തിൽ മുന്നിലായതുകൊണ്ട് അവൻ ഇടത്തോട്ട് നീങ്ങിയപ്പോൾ അവളും നീങ്ങിയത് ഇടത്തോട്ടാണ്, വലത്തോട്ട് മാറിയപ്പോൾ വലത്തോട്ടും. എന്റെ പൊന്നു കുഞ്ഞെ, നീ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നേ. സ്വതസിദ്ധമായ ശൈലിയിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ബുക്കിൽ പിടിച്ചവളെ ആസിക്കൊപ്പം ഫ്രണ്ടിലെ ബെഞ്ചിലേക്ക് ഇരുത്തി ഏതൻ. അതവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. സാധാരണ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്തതാണ്. അതുകൊണ്ടാവും കണ്ടുനിന്ന കൂട്ടുകാർക്കാർക്കും അതിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ ഞെട്ടൽ മുഴുവൻ ഉണ്ടായിരുന്നത് ആ 8 കണ്ണുകളിലാണ്. ആസിയും നൗഫിയും രമ്യയും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് ആമ്പലിനെ നോക്കുമ്പോൾ മിഴിച്ചു നോക്കിയ സ്വന്തം കണ്ണുകളെ അടക്കി നിർത്താൻ പാടുപെടുകയായിരുന്നു ആമ്പലിനെയാണ് അവർ കണ്ടത്. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസമാകുന്നു. ആകെ ഒരൊറ്റ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇതുവരെ ലാബിൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒന്നിനു പകരം 2 എണ്ണം കഴിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് വൃത്തിയായി തറമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ടൈം ലിമിറ്റ് ഒന്നും വെച്ചെടുക്കാഞ്ഞത്. ബട്ട് പറയുമ്പോൾ അറിയാതെയാണെങ്കിലും ഏതന്റെ നോട്ടം ആമ്പലിലെത്തി. അവളും അത് കണ്ടു. തനിക്കു വേണ്ടിയാണ് പഠിപ്പിച്ചത് തന്നെ പിന്നെയും പിന്നെയും പഠിപ്പിക്കുന്നതെന്ന് എപ്പോഴൊക്കെയോ അവൾക്കും തോന്നിയിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഉറപ്പായി. പക്ഷേ 1.5 മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത മിഡ് ടേം വരും. ആ സമയത്ത് മിനിമം 4 എണ്ണമെങ്കിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇനി സ്പീഡിൽ പോയാൽ പറ്റില്ല. എല്ലാവരും ഒന്ന് ഫാസ്റ്റായേ പറ്റൂ. വീണ്ടും കണ്ണുകൾ ആമ്പലിനെ തേടിപ്പോയതും അവിടെ ആ പഴയ പേടി അവൻ കണ്ടു. കുഞ്ഞൊരു പുഞ്ചിരിയോടെ കണ്ണൊന്ന് ചിമ്മി അവൻ. പേടിക്കണ്ട എന്ന് പറയും പോലെ. അതിന് സാറിനോട് ഞങ്ങൾ പറഞ്ഞതല്ലേ അത് ഞങ്ങൾ പഠിച്ചപ്പോഴേ മനസ്സിലായെന്ന്. എന്നിട്ട് പിന്നെയും പിന്നെയും കഴിഞ്ഞ 2 ക്ലാസ്സിലും വീണ്ടും എടുത്തത് സാറ് തന്നെയല്ലേ. സാറ് ചെയ്തതിന് ഞങ്ങളെ കുറ്റം പറയുകയാണോ എന്നുള്ള അർത്ഥത്തിലായിരുന്നു സാറയുടെ ആ ചോദ്യം. സ്വാഭാവികമായി ഫിസിക്സ് ടോപ്പർ ആയ സാറ അത് പറഞ്ഞതും അടുത്തിരിക്കുന്ന കൂട്ടുകാരികളും അത് ശരിവെച്ചുകൊണ്ട് പിറുപിറുക്കുന്നത് ആമ്പൽ കേട്ടു. സംഭവം നേര് തന്നെയാണ്. ഇവരൊക്കെ ആദ്യത്തെ ക്ലാസ്സിലെ അത് മനസ്സിലായെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാതെയാണ് കഴിഞ്ഞ 2 ക്ലാസ്സിൽ കൂടെ അത് വീണ്ടും എടുത്തത്. അതുകൊണ്ടാവും തനിക്കിപ്പോൾ അത് കൃത്യവുമാണ്. ശരിയാണ് സാറ, കുറ്റം എന്റെ ഭാഗത്ത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ടും വീണ്ടും അത് പഠിപ്പിച്ചത് എല്ലാവർക്കും അത് തറോ ആവാൻ വേണ്ടിയാണ്. അങ്ങനല്ല സാറേ, ഒരുപാട് ബുദ്ധിയുള്ളവർക്കൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഇതൊന്ന് ക്ലിയർ ആയത്. അതുകൊണ്ട് സാർ സ്വയം കുറ്റമൊന്നും പറയണ്ട. ആസി എഴുന്നേറ്റുകൊണ്ട് മുന്നിലിരിക്കുന്ന സാറെ നോക്കി അത്രയും പറഞ്ഞതും ആൺകുട്ടികൾ മുഴുവൻ അത് കയറി ഏറ്റുപിടിച്ചു. പൊതുവെ ആൺകുട്ടികൾക്കാർക്കും സാർ അത്ര പോരാ. ഒരുമാതിരി പെൺകുട്ടികളുടെ അവസ്ഥയും അങ്ങനെ തന്നെ. കാരണം വേറൊന്നുമല്ല, ജാട തന്നെ. താൻ നന്നായി പഠിക്കും എന്നുള്ളതിന്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ല സാറയുടെ പ്രവൃത്തികളിൽ. അവളുടെ ഏറ്റവും വലിയ എതിരാളിയാണ് ആമ്പൽ. മിക്കപ്പോഴും ഫിസിക്സിന്റെ മാർക്കിലാണ് അവൾ ആമ്പലിനെ പിന്തള്ളി ഒന്നാമതെത്താറുള്ളത്. അതിന്റെ ഒരു അഹങ്കാരം കുറച്ചൊന്നുമല്ല അവൾക്ക്. അതവൾ നല്ലോണം ആമ്പലിനോടും കൂട്ടുകാരോടും കാണിക്കാറുമുണ്ട്. അതിന്റെ ആ ഒരു കേന്തിയാണ് ആസി ഇപ്പോൾ തീർത്തത്. എന്നാൽ ഇതേ സമയം ആസിയുടെ വാക്കുകളിൽ അമ്പരന്ന് നിൽക്കുകയായിരുന്നു ഏതൻ. എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവൻ തനിക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഏതന് വലിയ കാര്യമായിരുന്നു.
ഓക്കെ ഓക്കെ. പരസ്പരം സംസാരിക്കുന്ന വിട്ടിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പരസ്പരം പോരുകോഴികളെപ്പോലെ നിൽക്കുന്ന ആസിയയും സാറയും നോക്കി ഏദൻ ഉറക്കെ പറഞ്ഞു. ഇനിയിപ്പോ സമയം കുറവായതുകൊണ്ട് ആഴ്ചയിൽ ഒരു എക്സ്പെരിമെന്റ് ആവും എടുക്കുക. അത് ആ വീക്കെൻഡ് ആവുമ്പോൾ ചെയ്തു കാണിക്കുകയും വേണം. അത് കേട്ടതും ആമ്പൽ തകർന്ന പോലെ അവനെ നോക്കി. ആരും കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. ആദ്യത്തെ തവണ തന്നെ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നവർക്ക് പ്രശ്നമില്ലല്ലോ, അവരെ വിട്ടേക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2ഓ 3ഓ തവണയോ ഒക്കെ ചെയ്താൽ മാത്രം മനസ്സിലാകുന്നവരെ പറ്റിയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ടല്ലോ. അപ്പോ അരമണിക്കൂറും കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള അരമണിക്കൂർ ലാബിൽ വന്ന് അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡിലെ ക്ലാസ്സിൽ എല്ലാവർക്കും അത് ചെയ്തു കാണിക്കാൻ പറ്റില്ലേ? ആ പറ്റില്ലേ എന്നുള്ള ചോദ്യം വന്നു നിന്നത് ആമ്പലിലാണ്. അവളുടെ മിഴികൾ താന്നു. സങ്കടം കൊണ്ട് മുഖം വിളറി. ഏതിനും അത് കണ്ട് വല്ലാതായി. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റയാൾക്ക് വേണ്ടി ബാക്കി കുട്ടികളെയും അവരുടെ പഠിത്തവും മാറ്റിവെക്കാൻ സാധ്യമല്ല. അവനൊന്ന് നിശ്വസിച്ചു. സാർ, ഉച്ചക്കത്തെ ബ്രേക്ക് അല്ലാതെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരാത്ത പീരീഡും ഞങ്ങൾക്ക് ലാബ് യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ സർ? സാറയാണോ ഈ ക്ലാസ്സിലെ ടീച്ചർ? ചാടി എഴുന്നേറ്റുകൊണ്ടുള്ള അവളുടെ ഉത്തരം പറച്ചിലിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ ഏതൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അല്ല സർ, ഞാൻ സ്മാർട്ട്നെസ് നല്ലതാണ്, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. അവൻ കടുപ്പിച്ചൊന്ന് പറഞ്ഞതും ആൺകുട്ടികളും പെൺകുട്ടികളും അതങ്ങ് ഏറ്റെടുത്തു. സൈലൻസ്. ആ നൗഫൽ, അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിനിമം ഒരു 5 പേരെങ്കിലും ഉണ്ടാവണം. 1ഓ 2ഓ പേർക്ക് വേണ്ടി ലാബ് തുറന്നിടാൻ പറ്റില്ല. അതുപോലെ ഞാനില്ലാതെയാണ് ലാബിൽ കയറുന്നതെങ്കിൽ ആ കയറുന്നവരുടെ ഉത്തരവാദിത്തമായിരിക്കും ആ ലാബിലെ സകല സാധനങ്ങളും. സോ ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ? യെസ് സർ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇനി മുതൽ നമ്മൾ അല്പം സ്പീഡിൽ ക്ലാസ് കൊണ്ടുപോകും. എന്ന് വെച്ച് മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും എടുത്തു തന്നേ പോകൂ. അതുകൊണ്ട് ആർക്കും ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരെയും പഠിപ്പിച്ചേ നമ്മൾ പോകൂ. സ്വയർ. ഓക്കെ? ഓക്കെ സർ. കോറസ് പോലെ കേട്ടതും അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? പിള്ളേരെല്ലാം വാതിലിലേക്ക് നോക്കി. ഹാ, ചോദിക്കട്ടേന്ന്. ചോദിച്ചോ സർ. അവന്റെ ചിരിയിൽ എന്തോ കുസൃതിയാണ് ചോദിക്കാൻ വരുന്നതെന്ന് മനസ്സിലായ പിള്ളർ അതേ താളത്തോടെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്റെ ഫിസിക്സിനെ പേടിയാണോ പിള്ളേരെ? അവൻ ആ പിടിയിൽ കൈവിണച്ചു വെച്ച് മനോഹരമായ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു. ഇല്ല സർ, പിള്ളർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പേടിക്കണ്ട കേട്ടോ, ഒന്നുമല്ലേലും എന്റെ ഫിസിക്സ് പാവല്ലേ. നിറഞ്ഞ ചിരിയോടെ ഒഴുക്കൻ മട്ടിൽ അവനത് ചോദിക്കുമ്പോൾ അത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്നവളുടെ മുഖത്തുപോലും അറിയാതെ ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു. എടി എടിയേ, എന്താടാ പുല്ലേ? അവളുടെ തോളിലേക്ക് വെച്ച കൈ തട്ടിമാറ്റി രമ മുരണ്ടു. കുന്തം, ഒന്ന് പോയടി. അല്ലേലും നിന്നോട് കാര്യം പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വിട് ആസി, നീ പറയാൻ വന്നത് പറ. എടാ, എനിക്ക് ഭയങ്കര സംശയം. സംശയമോ? ആരെ? ശബ്ദം മാത്രമേ നൗഫിയുടേതായിട്ട് വരുന്നുള്ളൂ. ചോദ്യം മറ്റു രണ്ടുപേരുടെയും കണ്ണുകളിൽ അതുതന്നെയാണ്. എടാ, നമ്മുടെ ഏതൻ തോട്ടത്തിനെ? ഏതൻ സാറിനെയോ? അങ്ങേരുടെയോ? ഹരൺ സാറിന്റെയോ? 2 ശബ്ദം ഉയർന്നു കേട്ടപ്പോൾ ഒന്നതിൽ മങ്ങിപ്പോയി. ആന്നേ. നീ ചുമ്മാ കാര്യം വളച്ചു കെട്ടാതെ നേരെ ചൊവ്വേ പറയുന്നുണ്ടോ ആസി? എടാ, അതല്ലേ പറയാൻ വരുന്നത്. അതിനു മുന്നേ നീ തോക്കിൽ കയറി വെടിവെക്കല്ലേ നൗഫി. ഓ, എന്നാലങ്ങ് പാണ. അല്ലാതെ ചുമ്മാ സസ്പെൻസ് ഇട്ട് കളിക്കാതെ. ആ, പറയാം. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ 3 പേരും എനിക്ക് സത്യം ചെയ്തു തരണം. സത്യമോ? എന്തിന്? ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പറയണം. അല്ലാതെ വ്യക്തി വൈരാഗ്യം വെച്ച് തോന്നിയതുപോലെ പറയാതിരിക്കലും. ആസിയുടെ മുഖം ഗൗരവത്തിലായി. ആസി, നീ നിർത്തിക്കോ. കുറെ നേരമായി നീ ആളെ ഭ്രാന്താക്കുന്നു. അതേന്നേ, നീ ചുമ്മാ സുരേഷ് ഗോപി കളിക്കാതെ കാര്യം പറയടാ. ആദ്യം സത്യം ചെയ്യുമ്പോൾ സമ്മതിക്ക്, എന്നിട്ടാകാം. കോപ്പ്. ആ, സമ്മതം. നീട്ടിപ്പിടിച്ച ആസിയുടെ കയ്യിൽ ആദ്യം കൈവച്ചത് രമുവായിരുന്നു. പിന്നാലെ ബാക്കി 2 പേരും. എടാ, ഏതൻ സാറി ഇത്രയും പതുക്കെ ക്ലാസ് എടുക്കുന്നത് ഇവൾക്ക് വേണ്ടി മാത്രമല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. ചോദ്യം ആമ്പലിനെ നോക്കി മറ്റു 2 പേരോടുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആദ്യത്തെ ക്ലാസ് ഒക്കെ ആ പുള്ളി എന്ത് ശടപടയെന്നല്ലേ എടുത്തോണ്ടിരുന്നത്. അതെപ്പോഴാ പിന്നെ മാറിയത്? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അവനിൽ നിന്നും കേട്ട ചോദ്യത്തിൽ ആമ്പലി ഞെട്ടി നിൽക്കുകയായിരുന്നെങ്കിൽ മറ്റു 2 പേരും അവൻ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു.
എടാ അത് അന്നത്തെ ആ ക്ലാസ് ടെസ്റ്റിന് ശേഷം. ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. ആസി ചോദിച്ചതും അവരതിനെപ്പറ്റി ചിന്തിച്ചു. ആടാ, നീ പറഞ്ഞത് നേരാ. നൗഫിയും അത് ഓർത്തെടുത്തു. ആദ്യത്തെ ഒരു പോർഷൻ എടുത്തതിന് ശേഷം ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഏതൻ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നു. അന്നത്തെ ആ പേടിയിലും വെപ്രാളത്തിലും ആമ്പലൂന് മാർക്ക് നല്ല കുറവായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്ന് വരെ ക്ലാസ് ടെസ്റ്റ് അവൻ നടത്തിയിട്ടില്ല. മറിച്ച് ഓരോ പോർഷൻസും എടുത്ത് കഴിഞ്ഞ് പിറ്റേ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് എപ്പോഴെങ്കിലും എഴുതി ക്ലാസ് ഇൻചാർജിനെ ഏൽപ്പിച്ചാൽ മതി. സാറയും കൂട്ടരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ എഴുതി കൊടുക്കുമായിരുന്നെങ്കിൽ ആമ്പലൂനും കൂട്ടർക്കും അത് വെള്ളിയാഴ്ചയാകുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ പോലും അത് ചെക്ക് ചെയ്ത് ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ പേഴ്സണലായിട്ടാണ് അവൻ കൊടുക്കുക. ആ ഒരു സമയത്ത് പോലും ഏതൻ ആമ്പലൂനെ വിളിപ്പിക്കുമ്പോൾ ഒപ്പം രമ്യയുടെ പേപ്പറും ഉണ്ടാവും. ആമ്പലിന്റെ കറക്ഷൻസ് ഒക്കെയും രമ്യയോടാവും അവൻ പറയുക. അങ്ങനെ പോലും ഏതൻ ആമ്പലിനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതൊക്കെ രമുവും പലപ്പോഴായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആസി പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളയാൻ അവൾക്കും വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്നത്തെ ആ സംഭവിച്ചതിനെപ്പറ്റി മനഃപൂർവ്വമായി പ്രായശ്ചിത്തം ചെയ്യുന്നതാ ഇതൊക്കെയെന്നാ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലാസ്സിലെ ആ വെട്ടുകാലി അടക്കമുള്ളവർ അത്രയും കിടന്നൊക്കെ ചിലച്ചിട്ടും സാറ് ഇപ്പൊ തുടർന്ന് തന്നെ ഇങ്ങനെ പോകും എന്നല്ലേ പറയുന്നേ? അത് ആർക്ക് വേണ്ടിയാ? ഇവൾക്ക് വേണ്ടിയല്ലേ? എനിക്കങ്ങനെയാ തോന്നുന്നത്. നിനക്കോ നൗഫി? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെടാ. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ആൾക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തന്നെയാ. ഒരുപക്ഷെ ആളുടെ കൂട്ടുകാരനെ പറ്റി ഇവള് കളിയാക്കി പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യമാകും ആള് കാണിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ പിന്നെ ആളായിട്ട് അന്ന് ചെയ്തതൊക്കെ തിരുത്താൻ ശ്രമിക്കുമ്പോ നമുക്കിനിയും സാറിനെ ഇങ്ങനെ ശത്രുവായിട്ട് കാണണോ രമു? ആസിയുടെ ചോദ്യം രമ്യയോട് മാത്രമായിരുന്നില്ല. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നേരാവും ആസി. എന്നാലും അങ്ങേര് കാരണം ഇവൾ അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ അവനിപ്പോൾ പറയുന്നതിൽ പല കാര്യവും ശരിയായതുകൊണ്ട് രമ്യയ്ക്ക് പഴയതുപോലെ അവനെ എതിർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങോട്ട് ഏതനോട് ക്ഷമിക്കാനും. എടി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും നീ അതിനെ പിടിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാവർക്കും സങ്കടമുണ്ടാക്കുമെന്നല്ലാതെ ഒരിമ്മിണി പോലും സന്തോഷം തരികയില്ല. അപ്പൊ പിന്നെ നമുക്ക് മെല്ലെയാണെങ്കിലും അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞുകൂടെടി. വെറുതെ എന്തിനാ വെച്ച് വെച്ച് അതിനെ വലിയ പുണ്ണാക്കുന്നത്? രമുവിനോട് ചോദിച്ചുകൊണ്ട് ആസിയുടെ കണ്ണുകൾ ആമ്പലിന്റെ ഉത്തരത്തിനെന്ന പോലെ അവളെ നോക്കി. നേര് പറഞ്ഞാൽ ഈ നേരം ഇവരെല്ലാം അധികമായി കൺഫ്യൂഷനായി നിൽക്കുകയാണ് ആമ്പലപ്പോ. കാരണം വേറൊന്നുമല്ല, ആസി പറഞ്ഞതൊക്കെയും പലപ്പോഴായി തനിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ മുന്നിലുള്ള ഈ മനുഷ്യൻ പണ്ട് തനിക്കറിയാവുന്ന ആളാണോ എന്ന് പോലും സംശയം ഉളവാക്കുന്ന പോലെയാണ് പെരുമാറ്റങ്ങൾ ആളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ആളുടെ സാന്നിധ്യം പോലും തന്നെ വല്ലാതെ പേടിപ്പിക്കും എന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് വട്ടം കൊണ്ട് മനസ്സിലായത് കൊണ്ടാവും ഇന്ന് ഈ നിമിഷം വരെ ഒറ്റയ്ക്ക് കാണാനും സംസാരിക്കാനും ഉള്ള ഒരവസരം പോലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ എപ്പോഴെങ്കിലും വന്നാൽ തന്നെ ആളായി തന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇനിയിപ്പോ തന്നോടൊരു കാര്യം പറയാതെ നിവൃത്തിയില്ല വരുന്ന സാഹചര്യത്തിൽ തനിക്കൊപ്പം രമുവോ ആസിയോ നൗഫിയോ ഉണ്ടെന്നുറപ്പിക്കും. അതുപോലെ തന്നെ സബ്ജക്റ്റ്. അദ്ദേഹത്തോടുള്ള ഭയം സബ്ജക്റ്റിനോടും ഉണ്ടെന്ന് ഒരുപക്ഷെ ആദ്യത്തെ മാർക്ക് കിട്ടിയപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാവും പഠിച്ച പോർഷൻസ് പിന്നെയും 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 എടുക്കുന്നത്. ക്ലാസ്സിലെ മറ്റു കുട്ടികളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞാലും തന്റെ ഒരു തലയാട്ടൽ കിട്ടും വരെ അതൊക്കെ വീണ്ടും പഠിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ തനിക്കറിയാം. ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് പറയുന്നത് ആസി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തന്നെയാണ്. അല്ലെങ്കിലും സത്യം അത് തന്നെയാണ്. ഇപ്പൊ തനിക്ക് ആളോടോ സബ്ജക്റ്റിനോടോ ആ പഴയ ഭയമില്ല. ഇതിപ്പോ തന്നെ നോക്കാതെയോ പറയാതെയോ വഴക്ക് പറയാതെയോ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്നാലും പണ്ടത്തിലും നന്നായി സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രത്തോളം തവണയാണല്ലോ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതും കൂടാതെ ആളുടെ ഭാഗത്തു നിന്നിപ്പോ ഭയപ്പെടുത്തുന്ന നോട്ടമോ ഒച്ചയോ ആക്രോശമോ ഒന്നുമില്ലാത്തതുകൊണ്ട് മനസ്സിലെ ഭയം അധികരിച്ച് പഠിച്ചതൊന്നും മറന്നു പോകുന്നില്ല. ഇനിയിപ്പോ ആള് പഴയ പോലെ ആകുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ മുന്നിലുള്ള ആളോട് എന്തോ പഴയ ഭയം തോന്നുന്നില്ല. ആമ്പലു, നിനക്കും തോന്നുന്നില്ലേ സാർ നല്ലോണം മാറിയെന്ന്? ആസി എടുത്തു ചോദിച്ചതും അവളുടെ ഭാഗത്തു നിന്നും മെല്ലെ ഒരു തലയാട്ടൽ കിട്ടി. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ രമിയും നൗഫലും ഒരല്പം ഞെട്ടലോടെയാണ് അവളെ നോക്കിയത്. ആമ്പലു, ഡി, നീ അങ്ങേരോടൊക്കെ ക്ഷമിച്ചോ? തോളിൽ കുലുക്കി രമ്യ ഉച്ചത്തിൽ ചോദിച്ചതും ആമ്പൽ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. ഈ ചിരി വേണ്ട, ഈ ചിരി വേണ്ട, നീ വാ തുറന്ന് കാര്യം പറഞ്ഞാൽ മതി. എന്താ രമു, നീ ആ ഏതൻ മഹാലക്ഷ്മിയോട് ക്ഷമിച്ചോ? ക്ഷമിക്കാനായിട്ട് എന്താ രമു? എനിക്ക് ഭയമായിരുന്നില്ലേ? എന്നിട്ടിപ്പോ അത് മാറിയോ? ഇല്ല രമു, പണ്ടത്തെ ആ ഏതൻ സാറിനോടുള്ള എന്റെ ഭയം ഇപ്പോൾ
എപ്പോഴും മാറുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ മുന്നിൽ കാണുന്ന ഈ സർ, അത് നമുക്ക് പരിചയമുള്ള ആളല്ലെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോ ഒരു വ്യക്തിയോട് നമുക്കെന്താ ദേഷ്യം? അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആളുള്ളിടത്ത് നീ ഓക്കെ ആണെന്നാണോ? അറിയില്ല രമു. പിന്നെ നിനക്ക് എന്ത് വെണ്ടയാടി അറിയാവുന്നത്? കലിപ്പിൽ രമ്യയുടെ മുഖം ചുവന്നു. ദേഷ്യപ്പെടല്ലേടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, ആ തിരുവ ഒന്ന് തുറന്ന് മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. വെറുതെ ഭ്രാന്താക്കാതെ. അതിപ്പോ ഞാൻ എങ്ങനെ നിനക്കത് പറഞ്ഞു തരിക? എടി, എനിക്ക് ആ പഴയ ഹരൺ സാറിനെ ഭയമാണ്. സത്യമായിട്ടും വല്ലാത്ത ഭയം. പക്ഷെ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ ആളില്ലേ, ആ ആളോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നുന്നില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് എങ്ങനെയാ രമു പറയണ്ടേ? എനിക്കറിയില്ലടി. പ്ലീസ്, നീ ദേഷ്യപ്പെടല്ലേ. ഇനിയും താൻ ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയത്തിൽ തന്നെ നോക്കുന്നവളെ കെട്ടിപ്പിടിച്ചു രമ്യ. എന്തിനാടി മുയൽ കുഞ്ഞെ നീ ഇത്രയും പാവമായി പോയേ? ഇതിപ്പോ കുറെ നേരമായല്ലോ തത്തിക്കളിക്കാൻ തുടങ്ങിയിട്ട്. എന്തേ പൊന്നുമോൾ ഇന്ന് ലാബിലോട്ട് കയറുന്നില്ലേ? ബാക്കിയുള്ള കുട്ടികൾ മൊത്തവും കയറിയിട്ടും വാതിലിൽ തന്നെ തിരിഞ്ഞു കളിക്കുന്നവളെ ഒരു സംശയത്തോടെ നൗഫൽ നോക്കി. നീ ഇല്ല അത് കണ്ടോ? ടേബിളിൽ ഇരുന്ന റഫ് നോട്ട് ചെക്ക് ചെയ്യുന്ന ഏതനെ നോക്കി ആമ്പൽ ചോദിച്ചു. കാണാതിരിക്കാൻ എന്റെ കണ്ണിന് പൊട്ടില്ലല്ലോ ആമ്പലു. തമാശയിൽ അവളുടെ തല കിഴുക്കിക്കൊണ്ട് അവൻ കാലിലെ കെട്ടുചെരുപ്പ് ഊരി. അപ്പോഴേക്കും ചുണ്ടും കുറിപ്പിച്ച് പിണങ്ങിയോടി. കൊഞ്ചിക്കും പോലെ നൗഫി ചിരിച്ചിട്ടും അവളുടെ പരിഭവം മാറുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, സോറി. എന്താ നിന്റെ പ്രശ്നം? അവളുടെ വെപ്രാളം മാറുന്നില്ലെന്ന് കണ്ടതും വാതിലിൽ നിന്നും അല്പം മാറി നിർത്തി അവൾ ചോദിച്ചു. അത് സാർ ഇപ്പോൾ നോക്കുന്ന റെക്കോർഡില്ലേ? അതിന്റെ താഴെയിരിക്കുന്നത് നിന്റെയാണ്. അതിന് അതിനൊന്നുമില്ല. പക്ഷേ അതിന് താഴെയിരിക്കുന്നത് എന്റെയാ. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? അതാ പ്രശ്നം. അവൾ കൈവിരലുകൾ പിണച്ചും കെട്ടിയും ക്ലാസ്സിനുള്ളിലേക്ക് എത്തി നോക്കി പറഞ്ഞു. എടി, നീ അതിനെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തതാണല്ലോ, പിന്നെന്തിനാ വെപ്രാളം? ആമ്പലുവിന്റെ നോട്ട് നോക്കിയാണ് താനും ആസിയും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് മൊത്തവും എഴുതിയിട്ടുണ്ട്. പിന്നെയും എന്തിനാപ്പോ ഇവളുടെ വെപ്രാളം എന്ന ആശങ്കയിൽ അവൻ അവളെ തന്നെ നോക്കി. എടാ, റെക്കോർഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പിക്ചേഴ്സ് ഡ്രോ ചെയ്യില്ലേ? അവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഡയമെൻഷൻസ് തെറ്റാ. തെറ്റോ? ആ, തെറ്റ്. അതെങ്ങനെ ശരിയാവും? ആ ഡിജിറ്റ്സ് നമ്മൾ ചെയ്തതല്ലേ ഇപ്പുറത്ത് തിയറി ആയിട്ട് എഴുതിയിട്ടുള്ളത്. ആ, അത് ശരി തന്നെ. പക്ഷെങ്കിൽ ആദ്യം നമ്മളത് ചെയ്തത് എഴുതി വെച്ചത് നമ്മുടെ നോട്ട്ബുക്കിലല്ലേ? അവിടെ നിന്നല്ലേ കോപ്പി ചെയ്ത് റഫ് എഴുതിയത്? എനിക്ക് തോന്നുന്നു അപ്പൊ എങ്ങാണ്ട് എന്തോ ശ്രദ്ധ പാളിയെന്നാ. അതിപ്പോ നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഇന്നലെ ഇതിന്റെ തിയറി എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു. എന്നിട്ട് റെക്കോർഡ് മിനിഞ്ഞാന്ന് എഴുതിയത് കൊണ്ട് ഡിജിറ്റ്സ് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോഴാ അറിയുന്നേ രണ്ടും രണ്ടാ ഞാൻ എഴുതിയേക്കുന്നെന്ന്. ആ, ബെസ്റ്റ്. എങ്ങനെ സാധിക്കുന്നടി നിന്നെ കൊണ്ട് ഇതൊക്കെ? നെറ്റിയിൽ കൈയടിച്ച് നൗഫി അവളെ കഷ്ടം വെച്ച് നോക്കി. എടാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇപ്പൊ ഇനി എന്ത് ചെയ്യാനാ ആമ്പലു? നിനക്കിത് രാവിലെ അറിയാമായിരുന്നെങ്കിൽ സ്കൂളിൽ വന്നപ്പോഴേ നീ എന്താ സ്റ്റാഫ് റൂമിൽ പോയി അതെല്ലാം എങ്ങ് തിരുത്താഞ്ഞത്? ഞാൻ പോയതാടാ, പക്ഷെങ്കിൽ റെക്കോർഡ് അവിടെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നോ? ഇല്ലടാ, എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ വെച്ചപ്പോഴേ സാർ അതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചു കാണുമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യുക? നൗഫി, അത് ചെക്ക് ചെയ്യുമ്പോ എന്നെ വഴക്ക് പറയില്ലേ സാർ? ആമ്പലുവിന്റെ കണ്ണ് നിറഞ്ഞു. എന്തേലും പറയുമ്പോഴേ നീ ഇങ്ങനെ കരയല്ലേ ആമ്പലു. തൽക്കാലം നീ അകത്തേക്ക് വാ, നമുക്ക് നോക്കാം. എനിക്ക് പേടിയാവുക നൗഫി. ഒന്നുമില്ലടി പെണ്ണെ, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ആള് നിന്നെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ലല്ലോ. അപ്പോ ബാ ഇങ്ങോട്ട്. നൗഫി അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് കയറ്റി. ഏറ്റവും അവസാനം കയറിയോണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ കണ്ണ് മൊത്തവും അവർക്ക് നേരെയായി. അതുപോലെ തന്നെ കുനിഞ്ഞിരുന്ന റെക്കോർഡ് നോക്കുന്നവന്റെയും കണ്ണുകൾ അവരെ ടേബിൾ വരെ പിന്തുടർന്നു. രമ്യയും ആസിയും വരാറായോടി. വെപ്രാളത്തോടെ റെക്കോർഡ് നോക്കുന്നവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നവളുടെ ശ്രദ്ധ മാറ്റാനെന്നവണ്ണം നൗഫി വെറുതെ ചോദിച്ചു. അറിയില്ല, ലീന മിസ് വിട്ടാലല്ലേ വരാൻ പറ്റൂ. അപ്പോ ഓക്കെ, എല്ലാരും എത്തിയല്ലോ. എങ്കിൽ പിന്നെ ഇന്നലെ ചെയ്ത എക്സ്പെരിമെന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവര് നിന്നൂന്ന് കണ്ടതും ഏതൻ നോക്കിക്കൊണ്ടിരുന്ന റെക്കോർഡ് ബാക്കി വെച്ച് എഴുന്നേറ്റു. വേണമെന്നില്ല സർ, ഞങ്ങൾക്കത് ഇന്നലെ തന്നെ മനസ്സിലായി. സാറയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഏതന്റെ കണ്ണുകൾ മറ്റു കുട്ടികളിലൂടെ നീങ്ങി നൗഫിയിൽ വന്ന് അവസാനിച്ചു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആമ്പലുവിനെ നോക്കുന്നില്ലെന്ന് ഭാവിച്ചവൻ കണ്ണു മടക്കിയെങ്കിലും അവളുടെ പേടിച്ചുള്ള നിൽപ്പവൻ കണ്ടിരുന്നു. ആ നെറുകയിൽ 3-4 ചുളിവുകൾ വീണു.
ഇന്നിപ്പോ ഇന്നലെ പഠിപ്പിച്ചത് മനസ്സിലാവാത്തത് കൊണ്ടാവുമോ ഈ ടെൻഷൻ? അവൾക്ക് മനസ്സിലായതാണല്ലോ. ഇന്നലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആള് സന്തോഷത്തോടെ തന്നെയാണല്ലോ പോയത്. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് മനസ്സിലായി കാണില്ലേ? അതോ ഇനിയും എന്നെ പേടിച്ചിട്ടാണോ? ഈ ഒരു ചോദ്യം ചോദിക്കാൻ മാത്രം അവന്റെ ഉള്ളൊന്ന് കിടുങ്ങി. സർ, അപ്പൊ ഇനി ഇത് ചെയ്യണോ? പുതിയത് നോക്കിക്കൂടെ? പ്ലീസ് സാറാ, സാറയ്ക്ക് മനസ്സിലായി എന്ന് കരുതിയിട്ട് ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായി കാണണമെന്നില്ല. ഞാൻ ബാക്കിയുള്ളവരോട് കൂടി ചോദിക്കട്ടെ. അവർക്കും മനസ്സിലായെങ്കിൽ മാത്രം നമുക്ക് പുതിയത് തുടങ്ങാം. അല്ലെങ്കിൽ ഇന്നുകൂടി ഈ ക്ലാസ് എടുത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പുതിയത് തുടങ്ങും. ഒന്നാമത് ഫ്രസ്ട്രേറ്റ് ആയിരുന്നവന് അവളുടെ ചോദ്യം കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്തു. സോറി സർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ സാറയ്ക്ക് അല്പം നാണക്കേട് തോന്നി. അവളുടെ കുനിഞ്ഞ മുഖം കണ്ടതും ഏതിനും വല്ലാതായി. ഏയ്, ഇറ്റ്സ് ഓക്കെ സാറാ. താൻ ആ ഗ്രൂപ്പിലോട്ട് നോക്കിയേ. അവർക്കെല്ലാം ഇതൊന്നുകൂടി ചെയ്തു നോക്കണമെന്നാണ് അല്ലേ? ആ കുട്ടികൾ തലയാട്ടി ശരിവെച്ചു. അതിലൊന്ന് ആമ്പലവും കൂടിയായിരുന്നു. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ. അവനൊരല്പം ചിരിയോടെ പറഞ്ഞതും സാറയുടെ മുഖവും വിടർന്നു. സാറയ്ക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് കൺഫേം ആയിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചോദിച്ചു. യെസ് സാർ. എങ്കിലൊരു കാര്യം ചെയ്യാം. സാറയ്ക്ക് ഞാനിന്നൊരു പുതിയ ജോലി തരാം. അവളുടെ കണ്ണുകൾ ഇന്ന് ബാക്കിയുള്ളവരെല്ലാം ഇന്നലത്തെ വർക്ക് ചെയ്യട്ടെ. സാറ് എല്ലാ ടേബിളിലും പോയി മനസ്സിലാകാത്തവർക്ക് അത് വീണ്ടും പറഞ്ഞു കൊടുക്ക്. ഇനിയിപ്പോ സാറെ കൊണ്ട് മാത്രം പറ്റിയില്ലെങ്കിൽ എന്നെ വിളിക്ക്. ഓക്കെ? അതിന്റെ ആവശ്യം വരില്ല സർ. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓവർ കോൺഫിഡൻസുമായി അവൾ എല്ലാവരെയും നോക്കി ഏതന്റെ മുന്നിലേക്ക് വന്നു നിന്നു. ഓക്കെ, എങ്കിൽ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ. അയ്യോ ചെയ്യല്ലേ ചെയ്യല്ലേ, ഞങ്ങൾ വന്നിട്ടേ ചെയ്യാവേ. വിയർത്ത് കുളിച്ച് രണ്ടുപേർ വാതിൽ നിന്ന് ശ്വാസം വലിച്ചെടുത്ത് ഉറക്കെ പറഞ്ഞു. ആഹാ, എത്തിയോ? ഇത്രയും പെട്ടെന്ന് എംപോസിഷൻസ് കറക്റ്റ് ചെയ്ത് കൊടുത്തോ? ഏതൻ ചിരിയോടെ ആസിയാണ് നോക്കിയത്. അതിപ്പോ ഇത്ര ചിരിക്കാനൊന്നുമല്ല. നമ്പർ ഇട്ടപ്പോൾ ഇച്ചിരി മാറിപ്പോയി, അതിനാ. അവന്റെ മുഖത്ത് നോക്കാതെ തന്നെ അല്പം പുച്ഛത്തിൽ പറഞ്ഞു. ആ, അത് നേരാ. ലീന ടീച്ചർ ആ നമ്പർ എന്ന രീതി എന്നെ കാണിച്ചിരുന്നു കേട്ടോ. തേഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന പോലെ ആസിയും രമ്യയും ഓടിപ്പോയി മറ്റു രണ്ടുപേരുടെയും കൂട്ടത്തിൽ ചേർന്നു. എന്തായി, എഴുതി കൊടുത്തോ? പിന്നെ എഴുതി കൊടുക്കാതെ, മുഴുവൻ എഴുതിച്ചിട്ട് ആ പെണ്ണുപിള്ള വിട്ടത്. കൈ കുടഞ്ഞ് പരാതി പറഞ്ഞ് രണ്ടുപേരെയും നോക്കി. പഠിക്കാൻ വേണ്ടി അല്ലടി എംപോസിഷൻ തന്നിട്ട്. എന്നിട്ട് അതിലും തിരിമറി. 21 കഴിഞ്ഞ് നേരെ 36. ഇവനാണെങ്കിൽ 30 കഴിഞ്ഞതോ അടുത്തത് 55. കള്ളത്തരം കാണിച്ചാലും ഒരു മയമൊക്കെ വേണ്ടേ? ഇത് കടുപ്പം. ഹോ, നൗഫ് രണ്ടുപേരെയും കുറ്റം പറഞ്ഞതും രണ്ടിന്റെയും മുഖം അങ്ങ് മാറി. നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ സത്യമാ പറഞ്ഞേ. അതേലോ, നീ പിന്നെ സത്യം മാത്രം പറയുന്ന ഹരിചന്ദ്രനല്ലേ? ഞങ്ങൾ നിന്നെ നോക്കുന്നുമില്ല പേടിപ്പിക്കുന്നുമില്ല. പക്ഷെ അടുത്ത വട്ടം നിനക്ക് എംപോസിഷൻ കിട്ടുമല്ലോ, അന്നേ ഇതിനുള്ള ഉത്തരം ഞങ്ങൾ തരൂ. കേട്ടോടാ നല്ല മോനെ. ഈ ആ മറുപടിയിൽ അവൻ വെളുക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു. ഈ നേരത്താണ് രമുവും ആസിയും ആമ്പലിനെ ശ്രദ്ധിക്കുന്നത്. എന്താ കാര്യമെന്ന രീതിയിൽ രമ്യ പുരികം പൊക്കിയതും നൗഫി ആമ്പലിനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്ന വാതിൽ മുതൽ ആമ്പൽ പറഞ്ഞ കാര്യങ്ങൾ, സാറയുടെ പുതിയ ക്ലാസ് എടുപ്പ് വരെയുള്ള കഥ ഒറ്റ സ്ട്രെച്ചിൽ അവൻ പറഞ്ഞു നിർത്തി. എന്റെ ആമ്പലു, എങ്ങനെയാടി നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന കൊച്ചേ? രമ്യ രണ്ട് കൈയും ഇടുപ്പിൽ കുത്തി അവളെ നോക്കി. എടി, ഇതെനിക്ക് തോന്നുന്നത് ഇവളുടെ ശരീരത്തിൽ പ്രശ്നങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാന്തമുണ്ടെന്നാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുമുണ്ടോ? തലയ്ക്ക് മുകളിലേക്ക് കൈവച്ച് ആസിയും കൂടി ഒപ്പം നിന്നതും ആമ്പലിന്റെ മുഖം വാടി. ഇനി ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവളുടെ കണ്ണുനീർ എന്ന് തോന്നിയ നൗഫി രണ്ടിന്റെയും ഇടയിൽ കയറി വീണു. അതെ, ഇനിയും കൂടുതൽ നേരം നിന്ന് വാചകം അടിച്ചാൽ അങ്ങേര് നേരിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഇന്നലെ ചെയ്തത് മനസ്സിലായവര് ഒന്നുകൂടെ ആദ്യം മുതൽ പറയും. എങ്കിൽ ആസി നീ പറയ്. എനിക്കത് ഇന്നലെ മനസ്സിലായിരുന്നു, പക്ഷെ ഇപ്പോൾ പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. രമോ, നിനക്കോ? ആമ്പലു, നിനക്ക് ഇന്നലെ വൃത്തിയായി മനസ്സിലായെന്നല്ലേ പറഞ്ഞത്? ഒന്ന് പറഞ്ഞതാടി. കൈത്തണ്ട തുടഞ്ഞുകൊണ്ട് പാവം പോലെ പറഞ്ഞതും ആമ്പലു പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഞാൻ പറയാൻ തുടങ്ങാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഓർമ്മയുള്ളവർ പറയണം കേട്ടോ. ഓ, പറയാമേ. അത്രയും പയ്യനെ പറയുന്നവളുടെ വാചകങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് ആസിയും തലകുലുക്കി. അവർ 4 പേരും കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ 5ാമത്തെ മെമ്പറാണ് ആശര. ഒരു തരം ഇട്ടാപ്പൊട്ടി. ഏത് എന്ത് എവിടെ പറയണമെന്ന് ഒരു ബോധവുമില്ല. ഇവളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രമു ഒക്കെ വെറും പാവം. അങ്ങനെ ഭയങ്കരമായി ഒന്നും പഠിക്കില്ലെങ്കിലും ആവറേജ് സ്റ്റുഡന്റ് ആണ് ആശയും. ചുണ്ടൊന്ന് കൂർപ്പിച്ചുകൊണ്ട് ആശയെ നോക്കി കണ്ണു ചുരുക്കി ആമ്പല് പറഞ്ഞു തുടങ്ങി. ഈ നേരമെല്ലാം ഏതന്റെ കണ്ണുകൾ ആമ്പലുവിൽ മാത്രമായിരുന്നു.
വന്ന നേരമുണ്ടായിരുന്ന ടെൻഷൻ രമുവിനെ കണ്ടപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി. പക്ഷേ ആളിപ്പോഴും ഓക്കെ അല്ല എന്നൊരു തോന്നൽ. അതൊരു പക്ഷെ ഇന്നലത്തെ ലാബ് മനസ്സിലാവാത്തത് കൊണ്ടെന്ന് തോന്നിയെടുത്ത് ഇന്ന് അവൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. അതിനുമപ്പുറം അവൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ ആ സംഭവം മനസ്സിലാക്കി എന്നുള്ള അറിവ് ഏതിനെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഈ നേരത്താണ് സാറ അവരുടെ ടേബിളിലേക്ക് ചെല്ലുന്നത്. എന്റെ കർത്താവേ, ഞാനിത് എന്നതാ കാണുന്നേ? വല്ലാത്തൊരു അത്ഭുതത്തോടെയും കളിയാക്കലോടെയും കൂടി സാറ അവരുടെ ടേബിൾ വന്ന് 2 കൈയിലൂന്നി മുന്നിലേക്ക് ആഞ്ഞു നിന്നു. ഇന്ന് വരെ ക്ലാസ്സിൽ ഫിസിക്സിന് കഷ്ടി ജയിക്കുന്ന മാർക്ക് വാങ്ങിയ ആമ്പലു മറ്റുള്ളവർക്ക് തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്റെ പൊന്നു പിള്ളാരെ, നിങ്ങൾക്കറിയാമല്ലോ ആമ്പലും ഫിസിക്സും തമ്മിൽ ചേരില്ലെന്ന്. അപ്പൊ പിന്നെ ബോധമുള്ള ആരെങ്കിലും ഇവള് പറയുന്നത് കേട്ട് നിൽക്കുമോ? കഷ്ടം തന്നെ. ദേ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക. സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ കൂട്ടുകാരി എന്ന പരിഗണനയും. പരീക്ഷയ്ക്ക് കൃത്യമായി തിയറിയും പ്രാക്ടിക്കലും ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടൂ. ആ സമയത്ത് ഇവൾ പഠിച്ചു തന്ന പൊട്ടത്തരമാണ് നിങ്ങൾ പേപ്പർ എഴുതി വെക്കുന്നെങ്കിൽ കർത്താവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആനമുട്ടയായിരിക്കും. കളിയാക്കി ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തിയതും പിന്നെ കേട്ടത് രമ്യയുടെ ഒച്ചയാണ്. നിർത്തടി പുല്ലേ, നീ കത്തിക്കേറിയത് എങ്ങോട്ടാ? ഇവള് പറഞ്ഞതൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് തോൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്തായാലും ആ നേരത്ത് നിന്റെ മാർക്കിന്റെ പകുതിയും ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആരും വരില്ല. എന്താ അവിടെ? എന്താ പ്രശ്നം? ഏതോ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് അകത്തേക്ക് കയറി വന്ന ഏതിന് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിള്ളേരെല്ലാം കൂടി ആമ്പിളിന്റെ ടേബിളിൽ ചുറ്റും നിൽക്കുന്ന കണ്ടപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തോന്നിയാണ് അങ്ങോട്ട് ചെന്നത്. ചോദിച്ചത് കേട്ടില്ലേ എന്താ കാര്യമെന്ന്? ഒട്ടും ശബ്ദമില്ലാതെ പയ്യനെ നിന്ന് വിമ്മുന്ന ആമ്പലുവിന്റെ ചുവന്ന മുഖം കണ്ടതും ഏതന്റെ ശബ്ദം പിന്നെയും വല്ലാതെ പൊങ്ങി. കാര്യം എന്താണെന്ന് സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റിനോട് ചോദിക്ക്. ഫേവറേറ്റ് സ്റ്റുഡന്റോ? ഏതന്റെ മുഖം ചുരുങ്ങി. അവന്റെ നോട്ടം ആശയിലേക്ക് എത്തിയതും അവൾ നോക്കുന്നത് സാറയാണെന്ന് കണ്ട് ഏതന്റെ മുഖം പിന്നെയും വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെ തന്റെ നേരെയുള്ള ഏതന്റെ നോട്ടം സാറയ്ക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ലാബിൽ നിന്ന് പുറത്തു പോകും മുന്നേ തന്നെ ഏതൻ പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാനെന്ന്. അഥവാ അവളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പുറത്തു വന്ന് തന്നെ വിളിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഒക്കെ എസ് വെച്ച് തലയാട്ടിയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആമ്പലിനെയും അവളുടെ സൗഹൃദത്തെയും സാറയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇതിപ്പോ സാർ ലാബിലില്ലാത്തത് കൊണ്ട് അല്പം സാറ് കളിച്ചു. മറ്റുള്ള കുട്ടികൾക്ക് മുന്നിൽ അവരെ ഒന്ന് നാണം കെടുത്തണം എന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. പക്ഷെ ഒക്കെയും പാളിപ്പോയിരിക്കുന്നു. ഏതൻ സാറിന്റെ ദേഷ്യം വന്നാൽ കണ്ണു കാണില്ല. പലപ്പോഴും ആളുടെ ദേഷ്യം വന്നുള്ള സംസാരം കേൾക്കുമ്പോൾ മനസ്സിലായതാണ് ഈ കാര്യം. എത്രത്തോളം തന്നെ അവൻ ചിരിച്ചും കളിച്ചും ഇടപെടുന്നു അത്രത്തോളം തന്നെ ആഴമുള്ളതാണ് അവന്റെ ദേഷ്യവും. കഴിഞ്ഞ 1-2 തവണ കാര്യങ്ങൾക്ക് ശേഷം അവനത് ബോധ്യപ്പെടുത്തി കൊടുത്തതുമാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ. നിങ്ങൾ പരസ്പരം നോക്കി നിൽക്കാതെ കാര്യം പറയുന്നുണ്ടോ? ആശ, എന്താ പ്രശ്നം? ആ ചോദ്യം കേൾക്കാനിരുന്ന പോലെ ആശ സാറെ അവിടെ പറഞ്ഞത് മുഴുവനും വള്ളി പുള്ളി വിസർഗം വിടാതെ ഏതനോടങ്ങ് പറഞ്ഞു. ആശ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ദേഷ്യം കൊണ്ട് മുഖം ചുവക്കുന്നവനെ എല്ലാ കുട്ടികളും ഒരേ പേടിയോടെയാണ് നോക്കി നിന്നത്. സാറാ, ആശ പറഞ്ഞതൊക്കെ നേരാണോ? സർ, അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക്. ഒരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതാണോ തന്റെ തമാശ? അല്ല സർ, അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ് സാറ് ഉദ്ദേശിച്ചത്? അത് പിന്നെ സർ, ആമ്പലിന്റെ ഫിസിക്സ് അറിയില്ല. ഇത്രയും കാലത്തെ അവളുടെ ഫിസിക്സിന്റെ മാർക്ക് എടുത്ത് നോക്കിയാൽ തന്നെ സാറിന് അത് അറിയാൻ പറ്റും. അവൾ ഓരോ ഫിസിക്സ് എക്സാമിനും ജസ്റ്റ് പാസ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരാള് ഇവർക്ക് കൂടി പൊട്ടത്തരം പറഞ്ഞു കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. ചെയ്ത തെറ്റിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ള സാറയുടെ തല ഉയർത്തിപ്പിടിച്ചുള്ള സംസാരം ഏതിനെ ദേഷ്യമുളവാക്കി. അവളുടെ സംസാരത്തിലെ ധാർഷ്ട്യം ഏതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അവളോട് തിരിച്ചെന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ ഏതൻ തിരിഞ്ഞത് ആമ്പലിന്റെ നേരെയാണ്. ഈ കേട്ട കാര്യത്തെപ്പറ്റി ആമ്പലിന്റെ അഭിപ്രായം എന്താണ്? നാളുകൾക്കിപ്പുറം മുഖാമുഖം നിന്നുള്ള അവന്റെ ആദ്യത്തെ ചോദ്യം. കാരണം അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നേക്കാൾ മികച്ചത് ആമ്പലാണ്. ഇന്നിപ്പോ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് അവളുടെ കാര്യങ്ങളല്ലേ? അപ്പൊ പിന്നെ അവളല്ലേ മറുപടി പറയേണ്ടത്? ആമ്പൽ, ഓൾ ക്ലാസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു ആൻസർ. ആമ്പൽ അവന്റെ ശബ്ദം ഉയർന്നെന്ന് കേട്ടതും പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. ചുരിദാറിന്റെ ഇരുവശങ്ങളിലുമായി അവളുടെ കൈ തെരുപിടിച്ചു. കൈയും കാലുമാകെ തളരുന്ന പോലെ, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം.
ഇനി ഒരു നിമിഷം കൂടി കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വീണുപോകും. ആമ്പലു, കാര്യം പറയടി, നിന്റെ വായിലെന്താ പൂച്ച പെറ്റുകിടക്കുകയാണോ? സാറയോടുള്ള ദേഷ്യം മുഴുവനും രമു ആമ്പലുവിൽ തീർത്തു. ആമ്പലെ, സാർ ചോദിച്ചതിന് മറുപടി പറ. ആസിയും നൗഫിയും കൂടി ഒത്തു പറഞ്ഞിട്ടും ആമ്പല് തല ഉയർത്താനോ തിരിച്ചു മറുപടി പറയാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ നെറുകയിലും മൂക്കിൻ തുമ്പിലുമൊക്കെ വിയർപ്പുതുള്ളികൾ സ്ഥാനം പിടിച്ചു. കണ്ടില്ലേ സർ, ആമ്പലിന് അതിന് മറുപടി പറയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം വേറൊന്നുമല്ല, അവൾക്കറിയാം ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന്. സാറ വിജിയെപ്പോലെ ഏതിനെ നോക്കി പറഞ്ഞതും ക്ലാസ് ആകെ വല്ലാത്തൊരു മുറുമുറുപ്പ് തുടങ്ങി. സൈലൻസ്! ഒരൊറ്റ അലറലിൽ ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലന്റായി. ആമ്പൽ, ലാസ്റ്റ് ടൈം ചോദിക്കുകയാണ്, തനിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടിയതും ഏതൻ കാറ്റുപോലെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. അവന്റെ ആ പോക്ക് കണ്ട് സാറ ഒന്ന് ഭയന്നെങ്കിലും അവൾ അത് പുറത്തു കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിജയിയെപ്പോലെ നിന്നു. നേരം കടന്നുപോയി. ഏതൻ തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നില്ല. അതുപോലെ തന്നെ രമ്യയും നൗഫിയും ആശയും ഒന്നും ഈ നിമിഷം വരെ ആമ്പലിനോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതിനിടയിൽ സാറ വലിയ ടീച്ചർ കളിച്ച് കുട്ടികൾക്കിടയിലൂടെ ഓരോന്ന് പറഞ്ഞുകൊടുത്തു നടന്നു. അവളുടെ ആരെയും കൂസാത്ത ഭാവം രമ്യയും ആശയും നൗഫിയും കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ബെല്ലടിച്ചതും ബാക്കി മൂന്നുപേരും അവളെ കാത്തു നിൽക്കാതെ ക്ലാസ്സിലേക്ക് പോയി. ആമ്പലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നീ കരയാതെ ആമ്പൽ, സത്യം പറഞ്ഞാൽ നിനക്ക് സാറ് ചോദിച്ചതിന് മറുപടി പറയാമായിരുന്നു. ഈ ക്ലാസ്സിലെ മൊത്തം പേരും ആഗ്രഹിച്ചിരുന്നു നീ എന്തെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഇതിപ്പോ മറുപടിയും പറഞ്ഞില്ല, ആ ജാട അലവലാതിയുടെ മുന്നിൽ കരഞ്ഞു നിൽക്കുകയും ചെയ്തു. അവർക്കും അത് വലിയ സങ്കടമായെന്ന് തോന്നുന്നു. അതാ മൂന്നും ഒരുമിച്ച് പിണങ്ങിപ്പോയത്. ഒരു കാര്യം ചെയ്, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്. രമ്യ ഇത്തിരി ചാടിക്കടിക്കുമായിരിക്കും. ആസിയും നൗഫിയും ദേഷ്യം തീരും വരെ വായിൽ തോന്നിയത് എന്തെങ്കിലും പറയുകയും ചെയ്യും. തൽക്കാലം നീ അത് മൊത്തം നിന്ന് കേൾക്ക്. അല്ലെങ്കിലും ആരെന്ത് വായിട്ടലച്ചാലും കേട്ടോണ്ട് നിൽക്കാൻ നിനക്ക് വലിയ മടിയൊന്നുമില്ലല്ലോ. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ആശയുടെ ഉള്ളിൽ പോലും ആ ദേഷ്യം പുറത്തേക്കങ്ങ് വന്നു. ആശേ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ ഞങ്ങളും മനുഷ്യരല്ലേ, അപ്പൊ പറഞ്ഞു പോകുന്നതാ. ഇനിയിപ്പൊ അതാലോചിച്ച് ഇവിടെ നിൽക്കാതെ വരാൻ നോക്ക്. അതുങ്ങളുടെ ഇന്നത്തെ ദേഷ്യം കണ്ടാൽ നിന്നെ വിളിക്കാതെ പോലും പോകുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോയി അടുത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ബാ പോകാം. അവളുടെ കയ്യും പിടിച്ച് ആശ ക്ലാസ്സിലേക്ക് ചെന്നതും കാണുന്നത് ബാഗെല്ലാം ഒരുക്കി പോകാൻ തുടങ്ങുന്ന മൂന്നെണ്ണത്തിനെയുമാണ്. ആമ്പൽ ഓടിപ്പോയി ബാഗ് എടുത്തതും മൂന്ന് പേരും നടന്നിരുന്നു. അപ്പോഴാണ് സാറ എന്തോ പറയാൻ വേണ്ടി ആമ്പലിന്റെ മുന്നിലേക്ക് വന്നത്. എന്തു പറ്റി? കൂട്ടുകാർ പിണങ്ങിയോ? ഷോ, സോ സാഡ്. വഴിന്ന് മാറ് സാറാ, എനിക്ക് പോണം. എത്തി വലിഞ്ഞു പോകുന്നവരെ നോക്കി ആമ്പൽ മെല്ലെ പറഞ്ഞു. നിന്നെ അതിനാരാ ഇവിടെ പിടിച്ചു നിർത്തിയേ? നീ പൊക്കോ. അതിനു മുന്നേ ഇത് പറ, കൂട്ടുകാർ പിണങ്ങിയോ? വല്ലാത്തൊരാക്കലോടെ സാറ ചിരിച്ചതും ആമ്പൽ കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന കൂട്ടുകാരെയാണ്. ഇനിയും ഇവിടെ നിന്നാൽ അവർ ഗേറ്റ് കടന്നു പോകും എന്ന് തോന്നിയതും ആമ്പൽ സാറെ സൈഡിലേക്ക് മാറ്റി നിർത്തി അവർക്ക് പിന്നിലായി ഓടി. രമു, ആസി, നോഫി പിന്നാലെ ഓടിപ്പോയി വിളിക്കുമ്പോഴും ആ കുഞ്ഞു ശബ്ദം എത്തുന്നതിനപ്പുറം ദൂരെയായി അവർ. ആസി ഒന്ന് മെല്ലെ നടക്ക്, അവൾ ഓടി എത്തട്ടെ. ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ കണ്ടത് മെല്ലെ നൗഫി പറഞ്ഞു. ഇത്തിരി ഓടട്ടെ, ഇങ്ങനെയുണ്ടോ അഹങ്കാരം? രമു സ്പീഡ് കുറച്ചുകൂടി കൂട്ടി. അവളെ നമുക്കറിയില്ലേ രമു. അറിഞ്ഞറിഞ്ഞൊരു വഴിയായി. ആസിയുടെ ആയിരുന്നു ആ കമന്റ്. രമു, ആമ്പൽ ഓടി അവൾക്കടുത്തെത്തി. ഒരു വാക്ക്, ഒരു വാക്ക് മിണ്ടരുത് ആമ്പലെ നീ. അല്ലേലും നിന്നെ നിർത്തി കത്തിക്കാനുള്ള ദേഷ്യമുണ്ട്. എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ കൊല്ലും നിന്നെ ഞാൻ. അതുകൊണ്ട് വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ നീ പൊക്കോ. നൗഫി, പിന്നെ സംസാരിക്കാം ആമ്പലോ. ആസി, ഒന്ന് മിണ്ടാതെ നടക്കാമ്പലെ. എല്ലാവരുടെയും ദേഷ്യം കണ്ടതും പിന്നെയും കണ്ണു നിറച്ച് ഒന്നും മിണ്ടാതെ അവർക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി. ഇതേ സമയം വാസുദേവനോട് കത്തിക്കയറുകയായിരുന്നു ഏതൻ. വാസുവേട്ട, അത്രയൊക്കെ അവള് പറഞ്ഞിട്ടും അമൽ ഒരു വാക്ക് പറയണമല്ലോ. ഞാനായിട്ട് പോലും അവൾക്ക് എത്ര തവണ അവസരം കൊടുത്തു. എന്നിട്ടും മിണ്ടാതെ കുനിഞ്ഞു നിന്ന് കരഞ്ഞിരിക്കുന്നു. ഇവളെ ഞാനിനി എന്താ വേണ്ടേ? പണ്ടെങ്ങാണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തതിന് ഇവൾക്ക് പേടി തട്ടിയെന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഞാനതൊക്കെ ശരിയാക്കിയില്ലേ? എന്നിട്ടും അവൾ ഇപ്പോഴും ഇട്ടിരുന്ന ഷർട്ടിന്റെ സ്ലീവ്സ് വാശിയിൽ അഴിച്ച് ഏതൻ കട്ടിലേക്ക് കയറി കമിഴ്ന്നു കിടന്നു. ഇവൾ ഇങ്ങനെയായാൽ എങ്ങനെയാ ഏട്ടാ? കിടന്നവൾ അതുപോലെ തന്നെ ചാടി എഴുന്നേറ്റ് പിന്നെയും തുടങ്ങി. ഇതേ സമയം ഒരുവന്റെ പ്രവർത്തികളെ അത്രയും കാര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു വസു. പറയേട്ടാ, ഇവൾ എന്താ ഇങ്ങനെ? അവള് പണ്ട് മുതലേ ഇങ്ങനെയല്ലേ ഏതു?
എന്നാ അവള് മാറിയിട്ടുള്ളത്. ഇതെന്താപ്പോ ഇങ്ങനെ? എങ്ങനെ? ദേ അങ്ങോട്ട് നോക്കിയേ, ലക്ഷ്മണനും നകുല സഹദേവന്മാരും ശ്രീരാമനെ ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ഉമ്മറത്തേക്ക് വന്നിരിക്കുന്ന 3 പേരെയും നോക്കി പിന്നിലേക്ക് കണ്ണു പായിച്ച് ലളിത ടീച്ചർ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഗോപൻ മാഷിനോട് ചോദിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നിലേക്ക് കണ്ണെത്തിച്ച് ഗോപൻ മാഷും കൂടി പറഞ്ഞതും 3 ടീച്ചറിനെയും മാഷിനെയും ദേഷ്യത്തോടെ നോക്കി. കാര്യമായി എന്തോ ആണല്ലോ മാഷെ സംഭവിച്ചിരിക്കുന്നത്. ദേ 3 കൂടി നമ്മളെ നോക്കി ദഹിപ്പിക്കുന്നു. പ്രത്യക്ഷം ദേ ഉണ്ടക്കണ്ണി. രമുവിന്റെ കവിളൊന്ന് പിടിച്ചു വലിച്ച് ടീച്ചർ ചിരിച്ചതും ആ കൈ തട്ടി മാറ്റി രമ്യ തിരിഞ്ഞിരുന്നു. ആഹാ, ലക്ഷ്മണന് ഈ ജാതി ദേഷ്യം വന്നെങ്കിൽ ഇത്തവണ ശ്രീരാമൻ കാര്യമായി എന്തോ ഒപ്പിച്ചിട്ടുണ്ട് മാഷെ കേട്ടോ. ദേ ടീച്ചറെ നിർത്തിക്കോ. അല്ലെ തന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല. ഒരു ശ്രീരാമനും വാനരന്മാരും. രമ്യ ടീച്ചറിന്റെ കുസൃതിയെ തടയും പോലെ ഇത്തിരി ഒച്ചയിൽ ദേഷ്യപ്പെട്ട് കേറിയിരുന്നു. ആരെയാടി പട്ടി നീ വാനരന്മാരെന്ന് ഉദ്ദേശിച്ചത്? നിന്റെ കെട്ടിയോളുടെ അപ്പനെ. ഒന്ന് പോയേ നൗഫി. ആനക്കാര്യത്തിനിടയ്ക്ക് അവന്റെ ആനിമൽ പ്ലാനറ്റ്. എന്റെ പൊന്നു നൗഫി, അവള് തുള്ളിത്തെറ്റി നിൽക്കുക. വെറുതെ അവൾക്ക് കൊടുക്കാൻ വെച്ചേക്കുന്നതും കൂടി നീ പോയി അരന്ന് വാങ്ങല്ലേ. ആസി പറഞ്ഞതിൽ വളരെ സത്യമുള്ളത് കൊണ്ട് നൗഫി ഒരു പൊടിക്കടങ്ങി. ഗോപൻ മാഷും ലളിത ടീച്ചറും ഈ 4 പേർക്കിട്ട പേരാണ് രാമ ലക്ഷ്മണ നകുല സഹദേവന്മാർ എന്ന്. കാരണം 4ഉം ഏതു നേരവും ഒരുമിച്ചാണല്ലോ. ഇതിൽ ശ്രീരാമൻ എന്ന് വിളിക്കുന്ന ആമ്പലുവിനെ അവളുടെ പതിഞ്ഞ സ്വഭാവം കാരണമാണ്. ബാക്കി 3നും ലക്ഷ്മണ സഹോദരന്മാരെ തോൽപ്പിക്കുന്ന അതേ അംഗവും അടവുകളുമാണ് കയ്യിൽ. ഇടയ്ക്കിടെ ടീച്ചർ ഇത് വിളിച്ച് കളിയാക്കുമ്പോൾ 4ഉം നിന്ന് ചിരിക്കുന്ന കേൾക്കാം. 3 വായിൽ നിന്നും അത്യാവശ്യം കമന്റുകൾ വരുമെങ്കിലും 4മത്തവളിൽ നിന്നും പുഞ്ചിരിക്കപ്പുറം ഒരു വാക്കുപോലും ഇതുവരെ വീണിട്ടില്ല. അത്രയും പതിഞ്ഞ സ്വഭാവമായതുകൊണ്ട് ഗോപൻ മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് ആമ്പലു. ദേ ശ്രീരാമനും വന്നല്ലോ. മുറ്റത്തിരിക്കുന്ന 3 പേരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുന്ന ആമ്പലിനെ നോക്കി മാഷ് പറഞ്ഞതും അത്രയും നേരം കടക്കെട്ടിന് അവൾ വരുന്നുണ്ടോ എന്ന് വാതിലിലേക്ക് നോക്കിയിരുന്ന 3 പെട്ടെന്ന് മുഖം മാറ്റി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാ ടീച്ചറെ. ആമ്പലുവിനെ നോക്കാതെ തന്നെ 3 പേരും ബാഗ് എടുത്ത് തോളിലേക്ക് ഇട്ടു. ഇന്ന് അവിടെ വെച്ചല്ല, അകത്ത് വെച്ച് ക്ലാസ് എടുക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു പൂച്ച എന്തോ വലിച്ചു കൊണ്ടുവന്നിട്ടു. എലിയാണെന്ന് തോന്നുന്നു. എന്തായാലും നാണിയും ഭർത്താവും അത് നിന്ന് കഴുകുക. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തളത്തിൽ വെച്ചെടുക്കാം. അത് മതി. അതുവരെ പൈവ്യപ്പമ്മി നിന്ന നൗഫൽ പെട്ടെന്ന് കയറി പറഞ്ഞു. വീടിനകത്ത് വെച്ച് ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ തീരും വരെ ടീച്ചർ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ട് കൊടുക്കും. അതിനി മാഷ് വഴക്ക് പറഞ്ഞാലും എന്റെ വീട്ടിൽ വരുന്നവരെ വൃത്തിയായി ഊട്ടുക എന്നുള്ളത് എന്റെ അവകാശം എന്ന പോലെ ടീച്ചർ ഇടയ്ക്കിടെ പിന്നെയും ചെല്ലും. അങ്ങനെയാണെങ്കിലും മാഷിന് ക്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ടീച്ചർ ശ്രമിക്കാറുണ്ട്. നൗഫി, നീ ഒന്ന് പോയേടി. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് വിശന്നിട്ട് വയ്യ. ടീച്ചറെ, ഇന്ന് എന്തുണ്ട് സ്പെഷ്യൽ? തന്നെ ദേഷ്യത്തോടെ നോക്കിയ രമ്യയെ പുച്ഛിച്ചിട്ട് അവൻ ടീച്ചറിനൊപ്പം അകത്തേക്ക് കയറിപ്പോയി. ഞാനും അവന് പിന്നാലെ രമ്യ നോക്കി പറഞ്ഞു കാണിച്ചുകൊണ്ട് ഹാസിയും കൂടി പോയതും തന്നെ നോക്കി ചിരിക്കുന്ന മാഷിനെയും അദ്ദേഹത്തിന്റെ അടുത്ത് കുനിഞ്ഞിരിക്കുന്ന ആമ്പലിനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് രമ്യയും അകത്തേക്ക് കയറിപ്പോയി. വാലികൾക്ക് ഇത്രയും ദേഷ്യം വരാൻ ഇന്ന് എന്താ നീ ഒപ്പിച്ചത്? എല്ലാവരും അകത്തേക്ക് കയറിപ്പോയെന്ന് കണ്ടതും മാഷ് അടുത്തിരിക്കുന്നവളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അടുത്തായി വസുവും സ്ഥാനം പിടിച്ചിരുന്നു. വളരെ കുറഞ്ഞ വാക്കിൽ ലാബിൽ നടന്നത് മുഴുവനും അവൾ മാഷിനോടും വസുവിനോടുമായി പറഞ്ഞു. ഇതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ വസു? മാഷി ഇതേ ഫോൺ. പീതാംബരം മാഷിന് ഫോൺ വന്നു എന്നും പറഞ്ഞ് അകത്തുനിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞതും ആമ്പലിന്റെ തോളിൽ ഒന്ന് തട്ടി മാഷ് അകത്തേക്ക് കയറിപ്പോയി. ആമ്പലു, അവന്റെ വിളി കേട്ടതും അടരാൻ വെമ്പി നിന്ന ഒരു തുള്ളി അവളുടെ കയ്യിലേക്ക് വീണു. ഞാൻ പറഞ്ഞിട്ടില്ലേ ആമ്പലു, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും വെറുതെ കരയില്ലെന്ന്. കുറച്ചുകൂടി ബോൾഡാകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നീ പഴയ പോലെയാ. അവൾക്ക് കുറച്ചുകൂടി അരികിലേക്കിരുന്ന് വസു അങ്ങനെ പറഞ്ഞതും പിന്നെയും ആ ചുണ്ടുകൾ വിതുമ്പി. ഏതനിൽ നിന്നും ആമ്പലിനെ അറിഞ്ഞ നിമിഷം മുതൽ വസു ഏറ്റവും എഫേർട്ട് എടുത്തത് ഈ 4 പേരുമായി കൂട്ടുണ്ടാക്കാനായിരുന്നു. ആദ്യമൊക്കെ മറ്റു 3 പേരും ഏതന്റെ ചേട്ടൻ എന്ന പേരിൽ വസുവിനെ മാക്സിമം അകറ്റാൻ നോക്കിയെങ്കിലും അവസാനം വസു അവരെ കറക്കി കയ്യിലെടുത്തു. ഏതന്റെ ചേട്ടനാണെങ്കിലും താൻ അവനെ പോലെയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വസു കാണിച്ചുകൂട്ടിയ പലതും ഓർക്കുകയാണെങ്കിൽ ഏതൻ പോലും ശരിക്കും ഞെട്ടാറുണ്ട്. ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും പകരം അവരുടെ ക്ലാസ്സുകൾ എടുത്തും പണ്ടെങ്ങോ കൗതുകത്തിനായി പഠിച്ച കുറെ മാജിക്കിന്റെ ട്രിക്കുകൾ കാണിച്ചും ചാമ്പങ്ങ പറിച്ചും മീൻ പിടിക്കാൻ പോയും ഒക്കെയാണ് നൗഫിയും ആസിയുമായി കൂട്ടായത്.
അപ്പോഴും അവർക്കൊപ്പം ഉണ്ടായിരുന്ന രമ്യ ഒരു ചെറിയ കയ്യകലം പാലിച്ചിരുന്നു. ആമ്പലിനാണെങ്കിൽ എല്ലാം പേടിയും. അത് മാറിക്കിട്ടിയത് കാവും ഭാഗത്തെ വേലയുടെ അന്നാണ്. അന്ന് അവിടെ കൂടി നിന്നവരിൽ ചിലർ ആമ്പിള്ളേരെയൊക്കെ രമ്യയും ആമ്പലിനെയും കളിയാക്കിയതും ആസിയും നൗഫിയും അവന്മാരെ കയറി ചോദ്യം ചെയ്തു. മറ്റവന്മാർ ഇത്തിരി വെടക്കന്മാരായതുകൊണ്ടും പ്രായത്തിൽ മൂത്തതായതുകൊണ്ടും ഇവന്മാർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചതും വന്ന ആ വരുത്തന്മാരെ 2 തല്ലുകൊടുത്ത് പറഞ്ഞയച്ചതുമൊക്കെ നമ്മുടെ ഈ വസുവാണ്. ഒപ്പം കട്ടയ്ക്ക് ഏതനും. അതിനുശേഷമാണ് അവർ വസുവിനോട് ഇത്രയും കൂട്ടായതും ഏതനോട് വലിയ അംഗത്തിന് നിൽക്കാത്തതും. ഈ ഒരു സംഭവത്തിന് ശേഷം മറ്റു 3 പേരും വസുവിനോട് ഭയങ്കര കൂട്ടായെങ്കിൽ ആമ്പലു മെല്ലെയെങ്കിലും സംസാരിച്ചു തുടങ്ങുകയാണ് ചെയ്തത്. ഒപ്പം ഏതന്റെ മാറ്റങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചും തുടങ്ങി. ഈ സംസാരം തുടർന്ന് 1 മാസം കൊണ്ട് വസു ഇപ്പോൾ ആമ്പലുമായി നല്ലൊരു സൗഹൃദം വരെ വന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ ആമ്പല് വസുവിനോട് വിക്കാതെയും വിറയ്ക്കാതെയുമാണ് സംസാരിക്കുന്നതും. ശനിയും ഞായറുമൊക്കെ ഫുൾ ഡേ ക്ലാസ് വെക്കുമെങ്കിലും രാവിലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ടീച്ചർക്കും മാഷിനുമൊപ്പം നടക്കുകയാണ് ഇത് 4ന്റെയും പ്രധാന ജോലി. വസുവിനോട് ഇവർ കൂട്ടായതിനു ശേഷം പലപ്പോഴും ഈ സമയങ്ങളിൽ വസുവും അവർക്കൊപ്പം കൂടും. ഈ സമയങ്ങളിലൊക്കെ വസു ആമ്പലിനോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളായി കണ്ടാണ് വസു അവളോട് സംസാരിക്കാറ്. അവൾ അറിയാതെ തന്നെ അവളുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന പോലെ, സ്ട്രോങ് ആക്കുന്ന പോലെ. കഥയായും തമാശയായും ഒക്കെ അവൻ പറയുന്ന പല കാര്യങ്ങളും ആമ്പലിന്റെ മനസ്സിനെ മെല്ലെയെങ്കിലും പലതും ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ ഏതനെ കാണുമ്പോൾ അവൾക്ക് പഴയ അത്രയും പേടിയില്ലാത്ത തന്നെ വസുവിന്റെ ഈ മാജിക് കൊണ്ടാണ്. ആമ്പലു, എന്താ പറ്റിയേ? പിണങ്ങി. ആര്? എല്ലാരും. രമുവും ആസിയും നൗഫിയും അല്ലേ? അത് സാരമില്ല, അവർ കൂട്ടായിക്കോളും. അവൾ ഒന്നും മിണ്ടാതിരുന്നു. വേറെ ആരെങ്കിലും കൂടി പിണങ്ങിയോ? ആരാ? എല്ലാരും. ആ എല്ലാരും ആരാണെന്ന് മനസ്സിലായതും വസു ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി തരണേ. നന്ദി.